അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ഈ ഇവിടെയുള്ള അധ്യാപകർ, രക്ഷിതാക്കൾ, ഈ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഒരുപാട് പ്രതിനിധികൾക്കിടയിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിരിക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് വിദ്യാലയത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം. ഈ ചടങ്ങിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിട്ടുണ്ട്. തമസോമ ജ്യോതിർഗമയ, തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നു. കൂടാതെ മറ്റു വിശിഷ്ട വ്യക്തികളെ. ഹെഡ് മിസ്സസ് ശ്രീമതി ലാജി വർക്കി, PTA പ്രസിഡന്റ് ശ്രീമതി ആതിര രാമകൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, ബഹുമാന്യരായ അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചിറക്കയം ഗവൺമെൻറ് UP സ്കൂളിലെ 77ാമത് വാർഷിക ആഘോഷങ്ങൾക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ വളരെ വരാപ്പുഴ പഞ്ചായത്തിലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്തെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ചിറക്കയം ഗവൺമെൻറ് UP സ്കൂൾ. അതുകൊണ്ട് ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പണിത കെട്ടിടത്തിൻ്റെ മുകളിൽ 4 മുറികളുള്ള ക്ലാസ് മുറികൾ ഉള്ള ഒരു കെട്ടിടം കൂടി നിർമ്മിക്കാനുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. ഒന്ന് 2 സ്കൂളിന് ഇതുപോലെ സ്റ്റേജ് കെട്ടണം, ഒരു ഓപ്പൺ സ്റ്റേജ്, അതിനാവശ്യമായ പണം അനുവദിച്ചിട്ടുണ്ട്. സ്കൂളിൽ ആവശ്യമായ മുഴുവൻ വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോളാർ പാനൽ 3ാമത് അതിനുള്ള പൈസ അനുവദിച്ചിട്ടുണ്ട്. 4ാമത് പുതിയ ക്ലാസ് റൂം തുടങ്ങുമ്പോൾ ആവശ്യമായ ബെഞ്ചും ഡെസ്കിനുള്ള പൈസ വരെ. ഞാൻ 90,58,000 രൂപ ഈ സ്കൂളിന് വേണ്ടി അനുവദിച്ചിട്ടാണ് ഈ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനത് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. സാധാരണ ഒരു UP സ്കൂളിനും 1 കോടിക്ക് അടുത്ത് വരുന്ന ഈ തുക കൊടുക്കാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ തുക കൊടുത്തിരിക്കുന്ന UP സ്കൂള് ചിറക്കയ UP സ്കൂളാണ്. മറന്നുപോയത്. ഇത്രയും കൊടുത്തെന്ന് ഓർത്ത് ഇനി എന്ത് ചോദിച്ചാലും തരും. നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് ഒരു കുറവും വരുത്താൻ പാടില്ല. ഒരു സ്കൂളിനേക്കാളും ഒരു പുറകിൽ നിൽക്കാൻ പാടില്ല. ഒരു കാര്യത്തിലും പുറകിൽ നിൽക്കാൻ പാടില്ല. എല്ലാ കാര്യത്തിലും മുമ്പിൽ നിൽക്കാൻ പാടില്ല. ഒരു 1-2 വർഷവും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ഏറ്റവും നല്ല മികച്ച സ്കൂളുകളിൽ ഒന്നായി ഈ സ്കൂൾ തലയെടുപ്പോട് കൂടി നിൽക്കണം. ഏറ്റവും സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് എന്നുള്ള പ്രത്യേകമായ പരിഗണനയാണ്. ഇത് തിരിച്ചു തരേണ്ട ആരാണ്? കുട്ടികൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളാണ് തിരിച്ചു തരേണ്ടത്. എങ്ങനെയാണ് തിരിച്ചു തരേണ്ടത്? നന്നായി പഠിച്ച് നല്ല മിടുമിടുക്കികളായി നല്ല നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ, നാട് ആഗ്രഹിക്കുന്നത് പോലെ വലിയ മിടുക്കികളും മിടുക്കന്മാരുമായി മാറുക, നന്നായി പഠിക്കുക. ഞാൻ ദീർഘമായ പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. കാരണം നിങ്ങളാരും വന്നിരിക്കുന്നത് കലാപരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രസംഗം കേൾക്കാനല്ലാന്ന് നന്നായിട്ട് എനിക്കറിയാം. കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. പ്രസംഗിക്കാൻ നമുക്ക് ഇനി ഒരുപാട് അവസരമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ തയ്യാറായി അല്ലേ, ഓരോ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പം തന്നെ വൈകിയാണ് വന്നത്. ഇനി ദീർഘനേരം പ്രസംഗം നടത്തി നിങ്ങളെ ഞാൻ വെറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കിയാണ്. ഒറ്റ വാക്കാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂളിൽ ചോദിച്ചാൽ എന്തും തരും. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 77ാമത് വാർഷിക ആഘോഷ പരിപാടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ അധ്യാപിക ശ്രീമതി ലിജു KP അധ്യാപിക റിട്ടയർ ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ്. ഞാൻ എപ്പോഴും എനിക്ക് അസൂയുള്ള ജോലി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ
അത് MLA ജോലിയും മന്ത്രിയുടെ ജോലിയൊന്നുമല്ല, അധ്യാപകരുടെ ജോലിയാണ്. നമ്മുടെയൊക്കെ ആളുകൾ കാണിക്കുന്ന ബഹുമാനം നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അതേ പോയി. ഇവരോട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും എവിടെ ചെന്നാലും പഠിപ്പിച്ച കുട്ടികൾ എന്ന് പറയും, എന്നെ പഠിപ്പിച്ചാണ് ടീച്ചർ അല്ലേ. ഓട്ടോറിക്ഷ കയറിയാൽ പറയും, ബസ് കയറിയാൽ പറയും, ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ പറയും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മളോട് ബഹുമാനം കിട്ടുന്ന ഏക ജോലി നമ്മുടെ നാട്ടിൽ ഇതാണ്, അധ്യാപകരുടെ ജോലിയാണ്. പോലീസുകാർ ഭയങ്കര തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലിൽ നിൽക്കും, കാണുമ്പോൾ മുണ്ടൊക്കെ അയച്ചിട്ട് ആളില്ല. റിട്ടയർ ചെയ്താലാ ആൾ ദൂരെ നിന്ന് വരുമ്പോൾ മുണ്ട് അയച്ചായിട്ടേക്കണേലും മുണ്ട് മടക്കി കിട്ടും ആൾ റിട്ടയർ ചെയ്തിട്ട്. നമ്മുടെ ജോലി അതുപോലെ തന്നെ അധ്യാപകരുടെ ജോലിയാണ്. അപ്പോൾ ടീച്ചർ ഒരു തലമുറയ്ക്ക് മാറി മാറി വന്ന തലമുറകൾക്ക് അക്ഷരദീപം പകർന്നു കൊടുത്തിട്ടാണ് ഈ വലിയ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. ഈ അക്ഷരം പകർന്നു കൊടുക്കാം എന്നുള്ളത് ഒരു ദൈവികമായ നിയോഗമാണ്. അത് പൂർത്തിയാക്കിയിട്ടാണ് ടീച്ചർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഈ വർഷം തൻ്റെ 20 വർഷത്തെ നീണ്ട സേവനത്തിന് ശേഷം വിരമിക്കുന്ന ലിജു ടീച്ചറിന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെയധികം തിരക്കുണ്ടായിരുന്നിട്ടും നമ്മുടെ പ്രിയപ്പെട്ട MLA പോകുന്നതിന് മുമ്പ് വേദിയിലിരുന്ന വിശിഷ്ട വ്യക്തികളോട് സംസാരിക്കാൻ മറന്നില്ല. സ്നേഹത്തോടെ എല്ലാവരോടും പറഞ്ഞ് അദ്ദേഹം നിർവഹിച്ച നമ്മുടെ പ്രതിപക്ഷ നേതാവിന് നന്ദി. നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വികസിപ്പിക്കുന്നതിന് തൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 90.58 ലക്ഷം അനുവദിച്ച സാറിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് ബഹുമാനപ്പെട്ട സതീശൻ MLA സർ പോകാനിറങ്ങിയപ്പോഴും എല്ലാവരോടും കുശലങ്ങളൊക്കെ പറയുകയും എല്ലാവരും നിറപുഞ്ചിരിയോടുകൂടിയാണ് എല്ലാവരെയും നോക്കിയത്. കുട്ടികളൊക്കെ ഓടിച്ചെന്ന് അതുപോലെ അവിടെയുള്ളവരൊക്കെ എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ കുശലങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം സാധാരണ നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞ് അങ്ങ് പോകും. പക്ഷേ സർ അവിടെ നിന്ന് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ തിരക്കിനിടയിലും അതിന് കുട്ടികളെയൊക്കെ ആശ്ലേഷിക്കാനൊക്കെ കാണിച്ച മിടുക്കും സ്നേഹമൊക്കെ പറയാതിരിക്കാൻ വയ്യ. അത് വളരെയധികം സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു. കാരണം ചിറക്കകം സ്കൂളിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്ന MLA ആണ്. അതുകൊണ്ട് ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെ മുഖത്തും ആ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു കഴിവ് നിങ്ങൾക്ക് കിട്ടും, അധ്യാപകരുടെ ഭാഗത്ത് നിന്നായാലും. അമൻഡ റോസ് ഉപജില്ലാ തലത്തിലെ ഫസ്റ്റ് A ഗ്രേഡും ജില്ലാ തലത്തിലും A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ഗൗരി KR ഉപജില്ലാ തലം വിദ്യാരംഗം പുസ്തകാസ്വാദനം സെക്കൻഡ് പ്രൈസ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രതിപക്ഷ നേതാവ് MLA-മായ VD സതീശൻ അവർ സമഗ്രമായ വിദ്യാഭ്യാസമാണ് നാം കൊടുക്കുന്നത്. ഇന്ന് ഒരു കാലത്ത് സർക്കാർ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞുപോയ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലേക്ക് തൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ വിടാത്ത മാതാപിതാക്കൾ ഇന്നൊരു മത്സര ബുദ്ധിയോടുകൂടിയാണ് ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് കൊണ്ടു ചേർക്കുന്നത്. നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുമക്കളോടൊപ്പം അവരുടെ ഓരോ പ്രവർത്തികളും നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ലഹരിക്ക് അടിമപ്പെടാനായിട്ട് ഏറ്റവും അവരുടെയും പരിഗണന നമ്മുടെ മക്കൾക്ക് നൽകണം എന്ന് ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഈ വാർഷികാഘോഷത്തിൻ്റെ വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും 20 വർഷത്തെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചു ഒരവസരമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നമ്മൾ ഏതെല്ലാം രീതിയിലാണ് വളർത്തേണ്ടത്. ഭൗതികമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ MLA പദ്ധതി ഇപ്പോൾ നമുക്ക് വെച്ചു കഴിഞ്ഞു. എൻ്റെ വിദ്യാലയത്തിൻ്റെ
ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും നേട്ടങ്ങളെ ആദരിക്കുവാനായി സമൂഹം മുഴുവൻ ഒത്തുകൂടിയ ഈ സുന്ദരവേളയിൽ ഞങ്ങളെ നയിക്കുന്ന ഓരോരുത്തരോടും എല്ലാ അനുഭവങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിദ്യാലയത്തിലെ അധ്യാപകർ പുസ്തകങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ പാഠങ്ങൾ കൂടി ചൊല്ലിത്തന്ന വഴികാട്ടികളായിരുന്നു. ചോദ്യം ചെയ്യാനും ചിന്തിക്കാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചും തെറ്റുകൾ തിരുത്തിയും മികവുകളിൽ പ്രശംസിച്ചും കൂട്ടായിരുന്നത് എവിടെയായാലും ഞങ്ങളിലുണ്ടാകും. പ്രിയ കൂട്ടുകാർ, സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്നു. കരുത്തായിരുന്ന ഈ സൗഹൃദങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. സ്വപ്നങ്ങൾ ത്യജിച്ച് ഞങ്ങൾക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന നെടും തൂണുകളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ കാരണക്കാരായവർക്ക് 1000 നന്ദി. വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ ഞങ്ങളെ വഴി നടത്തിയ പ്രിയപ്പെട്ട ലിജു ടീച്ചർക്കും ഈ നിമിഷത്തിൽ 1000 നന്ദിയും സ്നേഹവും ആദരവും അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് വേദിയിൽ നിന്നുകൊണ്ട് ഏവർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ അക്ഷീണം പ്രയത്നിക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. അവിടെ 8 വർഷം ജോലി ചെയ്യുകയും തുടർന്ന് ചേന്നമംഗലം ഗവൺമെൻറ് LP സ്കൂളിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം 2013 ജൂൺ മാസത്തിൽ നമ്മുടെ ഗവൺമെൻറ് UP സ്കൂൾ ചിറക്കത്തേക്ക് സ്ഥലമാറ്റം. ശ്രീമതി കുമാരി കൊച്ചുറാണി ജോസഫിനെ ക്ഷണിക്കുന്നു. ആർദ്ര ജയനീഷ്, ഫസ്റ്റ് A ഗ്രേഡ് കോക്കനട്ട് ഷെൽ പ്രൊഡക്റ്റ്, A ഗ്രേഡ് നാടോടി നൃത്തം. ദേവിശ്രീ ബോബി, A ഗ്രേഡ് പദ്യം ചൊല്ലൽ, ഹിന്ദി സംസ്കൃതം, A ഗ്രേഡ് സ്റ്റഫ്ഡ് ടോയ്സ്. ആദിദേവ് CP, A ഗ്രേഡ് ചോക്ക് നിർമ്മാണം. അഭിനവ് അനീഷ്, A ഗ്രേഡ് ചോക്ക് നിർമ്മാണം. അശ്വിനി AA, A ഗ്രേഡ് പേപ്പർ ക്രാഫ്റ്റ്. അശ്വിനി AA. അനുശ്രീ CM, A ഗ്രേഡ് ബുക്ക് ബൈൻഡിംഗ്. അദ്വൈത് ഷേണായി, A ഗ്രേഡ് ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. അശ്വിനി AA, A ഗ്രേഡ് പേപ്പർ ക്രാഫ്റ്റ്. ആരവ് AR, A ഗ്രേഡ് അഭിനയഗാനം ഇംഗ്ലീഷ്. സാത്വിക് MB, PCM സ്കോളർഷിപ്പ് വിജയി. അടുത്തതായി സമ്മാനദാനത്തിനായി ശ്രീമതി പ്രിയ ഭരതനെ ക്ഷണിക്കുന്നു. താങ്ക് യു കൊച്ചുറാണി മാഡം. മുഹമ്മദ് ഷിയാൻ, തേർഡ് 200 മീറ്റർ റേസ്, തേർഡ് റിലേ. മുഹമ്മദ് ഷിയാൻ. വൈഷ്ണവ് PS, second 50 meter race, Vaishnav PS. Anujit, third long jump. Anurag CP, third relay. Naveen PV, third relay. Adiraj GB, third relay. Gauri Sunil, second relay, A grade beadswork. Anvida Anish, second relay. Jayadurga Jiju, second relay. Aniruba CB, second relay. താങ്ക് യു പ്രിയ മാഡം. അടുത്തതായി സമ്മാനദാനത്തിനായി ആൽബി സാറിനെ ക്ഷണിക്കുന്നു.
അടുത്തത് 2024-25 അധ്യയന വർഷത്തെ ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് ആണ് നൽകുന്നത്. LKG ഫസ്റ്റ് സാൻവിക സിനു. സാൻവിക സിനു. Second, Nivedya OR and Vedic Krishna MB. Nivedya OR and Vedic Krishna. UKG, Dhirav GR first. First, Dhirav GR. Second, Anmay Krishna. താങ്ക് യു ആൽബി സാർ. അടുത്തതായി സമ്മാനദാനത്തിനായി വാർഡ് മെമ്പർ അനിലിനെ ക്ഷണിക്കുന്നു. വൈഗരി MR, ആര്യലക്ഷ്മി, ഋഷിദേവ് MB. വൈഗരി MR, ആര്യലക്ഷ്മി. വൈഗരി MR. സ്റ്റാൻഡേർഡ് 2 ഫസ്റ്റ് വിശാഖ് CP. Second, Satika Sinu. Standard 3A, first, Aryadev MR. Second, Medika BP. Standard 3B, first, Anand Libin. Second, Sienna Immaculate. Standard 4, first, Advait KS. Advait KS. Sienna Immaculate, second. Standard 4, first, Advait KS. Second, Vaishnav PV. Standard 3A, second, Medika BP. Standard 4, first. Standard 5, first, Advait BB. Advait BB. Second, Abhinav Anish. Standard 6, first, Anusri CM. Second, Anvida Anish. Standard 6, first, Anusri CM. Second, Anvida Anish. Standard 7, first, Amanda Rose. Second, Gauri Kea. Thank you, Anil member. അടുത്തതായി സമ്മാനദാനത്തിനായി PTA വൈസ് പ്രസിഡന്റ് ജിപ്സനെ ക്ഷണിക്കുന്നു. പ്രീ പ്രൈമറി മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ പഠന മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ക്യാഷ് പ്രൈസ്. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സർവോത്തമ ഷേണായി, ശശികല ടീച്ചർ എന്നിവരുടെ സ്മരണാർത്ഥം
പ്രൊഫസർ ജീവാനന്ദ ഷേണായി നൽകുന്ന ക്യാഷ് പ്രൈസ്. LKG സാൻവിക സിനു. എത്തിയാണ്. ഇനി ശ്രീമതി പ്രിയ ഭരതനും സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച ശ്രീമതി അമ്പിളി സജീവൻ, ശ്രീ വിജു എറണാകുളം ജില്ലയിലെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് ചിറക്കകം ഗവൺമെൻറ് സ്കൂള്. പാഠ്യവിഷയങ്ങൾക്കും പാഠ്യേതര വിഷയങ്ങൾക്കും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ് സ്കൂളാണിത്. എല്ലാവിധ ആശംസകളും ഞാനും നേരുന്നു. ഇവിടെ നിന്ന് ഇനിയും നല്ല ബുദ്ധിയും സാമർഥ്യവും കഴിവും നല്ല മനസ്സുമൊക്കെയുള്ള നല്ല കുട്ടികൾ ഇനിയും ഈ സ്കൂളിൽ നിന്നുണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികൾക്കുള്ള പാഠ്യേതര ഇനങ്ങൾക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളും ക്യാഷ് പ്രൈസും എൻഡോമെൻറ്റുകളൊക്കെ നൽകി. അതുപോലെ തന്നെ ലിജു ടീച്ചർക്ക് യാത്രയയപ്പും നൽകി. ഇത് 77ാം ആനുവൽ ഡേ ആയിരുന്നു.